ഏതേ സത്പുരുഷാഃ പരാർത്ഥഘടകാഃ സ്വാർത്ഥാൻ പരിത്യജ്യ സാമാന്യർതു പരാർത്ഥമുദ്യമമൃതസ്വാർത്ഥാ വിരോധേന തേ മീ മാനുഷരാക്ഷസാ പരഹിതം സ്വാർത്ഥായ നിഘ്നന്തി യേ ദുഃഖ്നന്തി നിരർത്ഥകം പരഹിതം തേ കേന ജാനീമഹേ. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർതൃഹരിയുടെ നീതിശതകത്തിൽ 7ാമത്തെ ദശകത്തിലത്തെ 4ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അതിൽ കവി ഈ മനുഷ്യന്മാരെ 4ആക്കി തിരിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കൂട്ടരാണ് ഏതേ സത്പുരുഷാഃ, സജ്ജനങ്ങൾ, അതിൽ വെച്ച് ഉത്തമന്മാരായിട്ടുള്ള ഒരു വിഭാഗം. അതെങ്ങനെയാണ്? സ്വാർത്ഥാൻ പരിത്യജ്യയെ, തങ്ങളുടെ സ്വന്തം കാര്യം പോലും ഉപേക്ഷിച്ച് മറ്റൊരാൾക്ക് ഗുണം ചെയ്യണം എന്ന് വിചാരിക്കണവർ ഉത്തമന്മാർ. ഈ വേറൊരു കൂട്ടരുണ്ട് സാമാന്യന്മാർ. സാമാന്യാസ്തു പരാർത്ഥമുദ്യമപൃതസ്വാർത്ഥ വിരോധേനത. ഈ സാമാന്യന്മാരെ എങ്ങനെയാ വെച്ചാൽ തൻ്റെ കാര്യം ഉപേക്ഷിക്കാതെ വല്ല ഉപകാരമൊക്കെ ചെയ്തു കൊടുക്കും. തൻ്റെ തടിയുമ്പിൽ തട്ടരുതെന്ന് പറയുമല്ലോ നമ്മൾ. അങ്ങനെ ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യും. ബസ്സിലിരിക്കുകയാണെങ്കിൽ തൻ്റെ സീറ്റ് കൊടുക്കാൻ വയ്യ, ഇവിടെ വേണമെങ്കിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലേശം ഒന്ന് നീങ്ങി കൊടുക്കുക. അപ്പോൾ തൻ്റെ കാര്യം വിരോധം വരാത്ത വിധത്തിൽ, കോട്ടം വരാത്ത വിധത്തിൽ സഹായിക്കണവർ ഈ കഴിച്ചു കൂട്ടാൻ. കാരണം അപകടക്കാരല്ല, മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടായിക്കോട്ടെ എന്നുള്ള വിചാരമുണ്ട്. പക്ഷേ തൻ്റെ സുഖം ഉപേക്ഷിക്കാൻ വയ്യാവുന്നേ ഉള്ളൂ. തൻ്റെ സുഖം ഉപേക്ഷിക്കുന്നവരാണ് ഉത്തമന്മാർ. അത് ഉപേക്ഷിക്കാത്തവരാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, സാമാന്യന്മാർ. ഈ വേറൊരു കൂട്ടിൻ്റെ തേമീ മാനുഷരാക്ഷസ പരഹിതം സ്വാർത്ഥായ നിഘ്നന്തിയേ. 3ാമത്തെ വിഭാഗം മാനുഷരാക്ഷസന്മാർ. ഇപ്പം ആകാരം കൊണ്ട് എത്രയും മനുഷ്യനുള്ളൂ. പൊതുവേ രാക്ഷസന്മാരാണ് ശരിക്കും അവർ. എന്താ വെച്ചാൽ തൻ്റെ കാര്യത്തിന് വേണ്ടി എന്തുപദ്രവവും മറ്റൊരാളെ കൊല്ലാനടക്കം മടിക്കാത്ത കൂട്ടർ. അപ്പം അങ്ങനത്തെ മാനുഷരാക്ഷസന്മാർ ധാരാളം ഉണ്ടല്ലേ. ഒരാളെ കൊന്നിട്ടും തനിക്കൊരു നേട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണവർ, എന്തുപദ്രവവും മറ്റുള്ളവർക്ക് വന്നാലും വിഷയമാക്കിയെടുക്കാത്ത മാനുഷരാക്ഷസന്മാർ. ഇനി വേറൊരു കൂട്ടരും കൂടി ഉണ്ട് എന്നാണ്. അതേതാത്? ഏതു ഗ്രന്ഥി നിരർത്ഥകം പരഹിതം. ഒരു കാര്യം തനിക്കില്ലെങ്കിലും വേറൊരാളെ ഉപദ്രവിക്കുക. ഒന്നും ഉണ്ടാവില്ല, തനിക്കൊരു നേട്ടമൊന്നുമില്ല. വേറൊരാളെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ. ഇംഗ്ലീഷിൽ ഈ സാഡിസ്റ്റ്സ് എന്നൊക്കെ പറയില്ലേ. പാലം പൊട്ടിക്കുക, പാലം തകർക്കുക, ബോംബ് വയ്ക്കുക. അതെന്താ ഇപ്പോൾ അവർക്ക് കിട്ടണം? ഇനി 4 വിഭാഗക്കാരാണ്. ഒന്ന് ഉത്തമന്മാർ, തൻ്റെ കാര്യം ത്യജിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. സാമാന്യന്മാർ, തൻ്റെ കാര്യം വിടാതെ വേറൊരാൾക്ക് ഉപകാരം ചെയ്യണം എന്ന് കരുതുന്നവർ. മാനുഷരാക്ഷസന്മാർ, തൻ്റെ കാര്യത്തിന് വേണ്ടി എന്തുപദ്രവവും ഹിംസയും മറ്റുള്ളവർക്ക് ചെയ്യാൻ മടിയില്ലാത്തവർ. ഒരു ഉപകാരം തനിക്കില്ലെങ്കിലും മറ്റൊരാളെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നത്. അവരിവിടെ കവി പറയണത് തേകേന ജാനീമഹേന്നാണ്. അവർക്ക് എന്താ പേര് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. പേര് വേണ്ട, അതറിയില്ല. ഇങ്ങനെ 4 വിഭാഗത്തെയാണ് ഈ ശ്ലോകത്തിൽ. ഉത്തമന്മാരായിട്ടില്ലെങ്കിലും അധമന്മാരെങ്കിലും ആവാണ്ടിരിക്കുക, തൻ്റെ കാര്യം വിടാതെ ചില ഉപകാരമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മൾ ആവണ്ടേ എന്നാണ് കവിയുടെ ഭാവം. ഏതേ സത്പുരുഷാക പരാർത്ഥഘടക സ്വാർത്ഥാൻ പരിത്യജ്യേ സാമാന്യാസ്തു പരാർത്ഥമുദ്യമമൃത സ്വാർത്ഥാ വിരോധേനയേ തേമീ മാനുഷരാക്ഷസ പരഹിതം സ്വാർത്ഥായ നിഘ്നന്തി യേ ദുഃഖ്നന്തി നിരർത്ഥകം പരഹിതം തേ കേന ജാനീമഹേ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.